യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ ദിവസങ്ങളിൽ എന്നെ സ്പർശിച്ച ഒരു ചിത്രമുണ്ട്. അതൊരു ക്ലോക്കിൻ്റെ ചിത്രമാണ്. നമുക്കൊരു ക്ലോക്കിൽ 12 അക്കങ്ങളുണ്ടാകും. ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത, അക്കങ്ങളുടെ സ്ഥാനത്ത് നൗ എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ഈ 12 അക്കങ്ങളുടെ സ്ഥാനത്ത് 12 പ്രാവശ്യം ഇങ്ങനെ നൗ എന്ന് എഴുതിയിരിക്കുകയാണ്. അച്ഛൻ്റെ ഈ ചാനലിൻ്റെ പോസ്റ്ററിൽ ഞാൻ ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് താഴെയായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എപ്പോഴാണ് നിന്റെ രക്ഷ? അത് ഇപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ രക്ഷയുടെ സമയം, അനുഗ്രഹത്തിൻ്റെ സമയം ഇപ്പോഴാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൽ നമ്മൾ ഇപ്രകാരം കാണും, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, ഇതാ രക്ഷയുടെ സമയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മളൊന്നും നീട്ടിക്കൊണ്ടുവരരുത്. ഇപ്പം ആത്മാവിൽ നമുക്കൊരു പ്രേരണ കിട്ടുകയാണ്, ബൈബിൾ വായിക്കണം. എപ്പോഴാണ് വായിക്കേണ്ടത്? ഇപ്പോൾ വായിക്കണം. ജപമാല ചൊല്ലാനായിട്ട് ആത്മാവിൽ പ്രേരണ കിട്ടുകയാണ്. എപ്പോഴാണ് ചെല്ലേണ്ടത്? ഇപ്പോൾ ചൊല്ലണം. പരിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകണമെന്നൊരു ആഗ്രഹം വരികയാണ്. ഇന്നു മുതൽ ആരംഭിക്കണം. അതുപോലെ നല്ല ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കണം. എന്നു മുതൽ ആരംഭിക്കണം? ഇപ്പോൾ മുതൽ ആരംഭിക്കണം. എനിക്ക് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രസംഗിക്കണം, മറ്റുള്ളവരോട് പറയണം, കുറേ സാക്ഷ്യങ്ങൾ പറയണം. ഈശോയെ മറ്റുള്ളവരുടെ മുന്നിൽ നന്നായി അവതരിപ്പിക്കണം. ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ പറയണം. എപ്പോഴാണ്? ഇപ്പോഴാണ്. എനിക്കൊന്ന് മാനസാന്തരപ്പെടണം, ഇനി കുറേ നാളുകൾ കഴിഞ്ഞ മതി. അല്ല, ഇപ്പോഴാണ്. നൗ. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അവസരം തരികയാണ്. നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് നീ ഇപ്പോഴാണ്. ആത്മീയമായിട്ടൊരു ആഗ്രഹം നിൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ടെങ്കിൽ ഒരിക്കലും നീട്ടിവെക്കരുത്. അതിപ്പോൾ തന്നെ ചെയ്യുക. ആത്മീയമായിട്ട് എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ പ്രവർത്തിക്കാനോ നിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആത്മീയമായിട്ട് പ്രചോദനങ്ങൾ ലഭിക്കുമ്പോൾ കർത്താവെ, അത് നീട്ടിക്കൊണ്ടുപോകാതെ ഇപ്പോൾ തന്നെ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.